അപ്പോൾ CM സഖാവ് ഒരൊറ്റ പത്രസമ്മേളനം കൊണ്ട് PS നടരാജപിള്ളയുടെ പിന്മുറക്കാരെ കുമ്മനേട്ടൻ്റെ പാർട്ടിയിൽ എത്തിച്ചു കൊടുത്തത് കണ്ടല്ലോ. ഇനി പടപ്പാളയത്തിലെ ആട്ടം കാണാം. കണ്ടില്ലേ, കെ മുരളീധരൻ തീനും കുടിയുമില്ലാതെ കിടക്കുമ്പോൾ ആരൊക്കെയാണ് വന്ന് തൊഴുതു പോകുന്നത് എന്ന് കണ്ടില്ലേ. VM സുധീരൻ വരുന്നതിനേക്കാൾ മുൻപ് പന്ന്യൻ രവീന്ദ്രൻ എത്തി എന്ന് പറഞ്ഞാൽ CPM-നുള്ള അത്രയും അക്കാദമി പ്രേമം CPI-ക്കാർക്കില്ല. അല്ല, സർക്കാരിൻ്റെ ഇല്ല, മുഖ്യമന്ത്രിയുടെ. കാരണം സർക്കാർ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൽ പ്രബലരായ ഒരു രാഷ്ട്രീയ കക്ഷി ഈ സമരത്തിലുണ്ട്. രണ്ടാമത്തെ കക്ഷിയായ CPI-യുടെ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരത്തുണ്ട്. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നിലപാടാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം DYFI യോഗത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു അത്ഭുതമാണ് തോന്നിയത്. SRCP ഏറ്റെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കാനാകില്ല, രാജഭരണകാലത്തെ തീരുമാനങ്ങളൊന്നും മാറ്റിമറിക്കാനാവില്ല എന്ന് ജനാധിപത്യ സംവിധാനത്തിലൊരു മുഖ്യമന്ത്രി പറയുന്നതിൽ പരം എന്താണ് പിന്നെ അതേക്കുറിച്ച് പറയുക? പക്ഷെ വസ്തുത എന്താ? ഈ പറയുന്ന ഭൂമി നടരാജപിള്ള സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിനും അവിടുത്തെ രാജഭരണത്തിന് എതിരെയും നീങ്ങിയപ്പോൾ അതിലുള്ള വിരോധം വെച്ച് അന്നത്തെ SRCP എന്ന് പറഞ്ഞാൽ രാജഭരണം പിടിച്ചെടുത്തതാണ്. യഥാർത്ഥ കാരണം അതാണെങ്കിലും അവർ രേഖയിലുണ്ടാക്കിയ കാരണമായിട്ട് കേൾക്കുന്നത് അങ്ങനെയാണല്ലോ. ഈ രേഖയിൽ വേറെ കാരണം പറയുന്നത്. അത് പണ്ടുമുണ്ടേ ഒരു നിലപാടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നടപടിയെടുക്കുമ്പോൾ യഥാർത്ഥ കാരണം പറയാതെ അത് മറച്ചുവെച്ച് മറ്റൊരു കാരണം പറയുന്ന ഏർപ്പാട്. യഥാർത്ഥ കാരണം ഇതാണ്. ഇദ്ദേഹം നല്ല രീതിയിൽ അന്നത്തെ കാലത്ത് ഒരു പൊതുപ്രവർത്തനം നടത്തുന്നയാളാണ്. ഈ നടരാജപിള്ള മകനോടുള്ള വിരോധത്തിൻ്റെ മേലെ അച്ഛൻ്റെ ഭൂമി പിടിച്ചെടുക്കുകയും പറഞ്ഞ കാരണം, അവർ രേഖപ്പെടുത്തിയ കാരണം, അച്ഛനൊരു ഓയിൽ കമ്പനിയുണ്ട്, അതിൻ്റെ നികുതി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് പിടിച്ചടക്കിയത്. അത് SRCP-യുടെ കാലാണ്, രാജഭരണകാലാണ്. SRCP-യാണ് നമ്മൾ പറയാറ്, പക്ഷേ രാജഭരണകാലാണ്. ആ രാജഭരണകാലത്ത് പിടിച്ചടക്കിയതാണ്. അത് കഴിഞ്ഞു രാജഭരണം തന്നെ ഇല്ലാതായി. പിന്നെ തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച് തിരുകൊച്ചിയായി. അതും കഴിഞ്ഞ് ഐക്യകേരളമായി. അങ്ങനെ പലതും വന്നു. പിന്നീട് നിരവധി ഗവൺമെന്റുകൾ ഇവിടെ വന്നു. കേരളം രൂപം കൊള്ളുന്നതിന് മുൻപിൽ അവിടെ ഗവൺമെന്റ് ഉണ്ടായി. 54 ആണെന്ന് തോന്നുന്നു പട്ടംതാണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ ഇതേ നടരാജപിള്ള ധനകാര്യമന്ത്രിയായി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ പറയുന്ന ഭൂമി സർക്കാർ ഭൂമിയായിട്ട് നിൽക്കുകയാണ്. കൃഷി വകുപ്പിന്റെ കയ്യിലാണെന്നാണ് തോന്നുന്നത്. അത് തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമവും ആ ഘട്ടത്തിലും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കേരളം രൂപം കൊണ്ടു. കേരളം രൂപം കൊണ്ടതിന് ശേഷം ഈ ഭൂമി ഈ ലോ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനത്തിന് പാട്ടത്തിന് നൽകാൻ
കേരള ഗവൺമെന്റ് തയ്യാറായി. കൃഷി വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമി ആയതുകൊണ്ട് അന്ന് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്ത എം ഗോവിന്ദൻ നായരായിരുന്നു ഭൂമി കൊടുത്തത്, പാട്ടത്തിന് ഭൂമി നൽകി. ഇതിനെ അന്നത്തെ നിയമസഭയിലെ NI ദേവസിക്കുട്ടി എന്ന കോൺഗ്രസ് മെമ്പർ ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ ചരിത്രരേഖയുമായാണ് നമ്മുടെ KPCC പ്രസിഡന്റ് നടക്കുന്നത്. കേരള നിയമസഭയിൽ ഇതേ സംബന്ധിച്ച് നൽകിയിട്ടുള്ള അന്നത്തെ മന്ത്രി MN ഗോവിന്ദൻ നായരുടെ മറുപടി വളരെയേറെ പ്രസക്തമാണ്. ശ്രീ NI ദേവസിക്കുട്ടി, കോൺഗ്രസ് നേതാവായ NI ദേവസിക്കുട്ടിയുടെ ചോദ്യം, ആ ചോദ്യം ഇത് സംബന്ധിച്ച് ലോ അക്കാദമി സ്ഥലം കൊടുത്തത് സംബന്ധിച്ചുള്ള ചോദ്യം, ആ ചോദ്യത്തിന് അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി MN പറഞ്ഞ മറുപടി ഇതാണ്. ലോ അക്കാദമി എന്ന് പറയുന്നത് ഒരു പ്രത്യേകം വ്യക്തിയുടെ വകയല്ല. അതിലെ ചീഫ് പേട്രൺ ബഹുമാനപ്പെട്ട ഗവർണർ ആണ്. പേട്രൺ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററും റവന്യൂ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ 3 ഹൈക്കോടതി ജഡ്ജിമാരും അതിലംഗങ്ങളാണ്. കൂടാതെ പ്രമുഖരായ വക്കീലന്മാരും അതിലംഗങ്ങളായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു അക്കാഡമിക്കാണ് സ്ഥലം കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 1984 തോന്നുന്നു, കരുണാകരൻ ഈ പറയുന്ന സ്ഥലം പതിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ അന്നത്തെ മാർക്കറ്റ് വില ഈടാക്കി ഈ സ്ഥലം 7 ഏക്കറിലധികം സ്ഥലമാണെന്നാണ് തോന്നുന്നത്, ലോ അക്കാഡമിക്ക് പതിച്ചു കൊടുത്തു. അതും രഹസ്യമല്ല, പരസ്യമാണ്. അന്നും അതിനെതിരെ ഒരു ശബ്ദവും കേട്ടില്ല. അന്നത്തെ സത്യം ശരിക്കറിയാവുന്ന ഒരാളെ പൊളിമിക്സിന് അറിയാം. അദ്ദേഹമാണെങ്കിൽ സത്യം മാത്രമേ പറയുകയുമുള്ളൂ. ആ സ്ഥലം നാരായണൻ നായർക്ക് പതിച്ചു കൊടുത്ത് ഞാനും കൂടെ കൂടിക്കോട്ടെ. വേറെ ആരും പറയല്ലോ സത്യം, ഞാൻ പറയാം. എന്ന് വെച്ചാൽ അങ്ങനെ വഴക്കുണ്ടാക്കിട്ടെ കാര്യം. അഭിപ്രായം പറയാൻ എളിയവനായി എനിക്ക് സ്വാതന്ത്ര്യമില്ല. ഞാൻ ഒരുമാതിരി മുനാഫിക്കാവരുത്, അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. എനിക്ക് ആ കുഞ്ഞുങ്ങളോട് മനപ്രയാസമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാനും കൂടെ കൂടി. കാരണം PJ ജോസഫാണ് പതിച്ചു കൊടുത്തത്. PJ ജോസഫ് അമേരിക്കയിൽ പോയ സമയത്ത് ജേക്കപ്പാണ് ചാറിയിരിക്കുമ്പോഴാണ് പതിച്ചു കൊടുത്തത്. കരുണാകരൻ മുഖ്യമന്ത്രി, എന്നെ കരുണാകരൻ വിളിച്ച് പറഞ്ഞാൽ ഞാനും എൻ്റെ പുറകെ ഓടിയതാണ്. ആ തെറ്റ് നമ്മൾ ചെയ്ത് വെച്ച് ഇനി പിള്ളേരോട് സ്നേഹം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിള്ളേരോട് മുഴുവൻ സഹാനുഭൂതിയുണ്ട്. പക്ഷെ ഞാൻ മിണ്ടാത്തത് ഒരുമാതിരി മുനാഫിക്കാണ് ഞാനെന്ന് മനുഷ്യൻ പറയരുത്. അതുകൊണ്ടാണ് ചെയ്ത തെറ്റ്, നമ്മളാണ് തെറ്റ് ചെയ്തത്. എന്തിനാണ് പതിച്ചു കൊടുത്തത് അങ്ങേർക്ക്? എന്തൊരു മര്യാദ. പക്ഷെ അന്ന് നമ്മൾ പയ്യനാ. കരുണാകരനും PJ ജോസഫും ഒക്കെ പറയുമ്പോൾ കൂടിക്കൊടുക്കാവുന്ന നമ്മളത്ര ഉള്ളെന്ന് ഇപ്പോഴല്ലേ ബോധമുണ്ടായി വന്നത്. അതാണ് സത്യം. മുനാഫിക്ക് എന്നാൽ കപടവിശ്വാസി, അല്ലെങ്കിൽ മനസ്സിലൊന്നു വെച്ച് മറ്റൊന്ന് പുറത്തേക്ക് പറയുന്നവൻ. ഏതായാലും PC അക്കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഒരിടവേളയിലേക്ക് കടക്കുകയാണ്.